ഹലോ നമസ്കാരം, ഞാൻ കവിത സുധാകരൻ. ഇതൊന്ന് കുറച്ച് പഴഞ്ചൊല്ലാവാട്ടോ. ഉണ്ടവനറിയില്ല ഉണ്ണാത്തവൻ്റെ വിശപ്പ്, സുഖിച്ചു കഴിയുന്നവന് പാവങ്ങളുടെ ദുഃഖമറിയില്ല, വിശന്നവനെ വിശപ്പിൻ്റെ വിലയറിയൂ, നിത്യവും സുഭിക്ഷമായി ഉണ്ണുന്നവന് ഉണ്ണാനില്ലാത്തവൻ്റെ വേദന അറിയാൻ കഴിയില്ല. ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയും എന്ന് രാമപുരത്ത് വാര്യർ കുചേല പത്നിയെ കൊണ്ട് പറയിക്കുന്ന വരി ഇവിടെ സ്മർത്തവ്യമാണ്. ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയും. എൻ്റെ അമ്മ എപ്പോഴും പാടുന്നത് അത് ചൊല്ലും കുചേലൻ്റെ പദ്യം. കഷ്ടപ്പാടുകളാണ് ശരിയായ ഗുരുനാഥന്മാർ. അനുഭവ പാഠത്തേക്കാൾ വലിയ അറിവ് ഒരിടത്തു നിന്നും കിട്ടാനില്ല. പരദുഃഖം മനസ്സിലാകണമെങ്കിൽ അത്തരം ദുഃഖം കുറച്ചെങ്കിലും അനുഭവിച്ചിരിക്കണം. ഏതുതരം കഷ്ടപ്പാടുകളുടെയും തീവ്രത മനസ്സിലാകണമെങ്കിൽ അത് സ്വാനുഭവത്തിലൂടെ മാത്രമേ കഴിയൂ. അപ്പോൾ ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഉണ്ടവനറിയില്ല ഉണ്ണാത്തവൻ്റെ വിശപ്പ്. പിന്നെ ഒരു ഭയങ്കര രസകരമായൊരു സംഭവമുണ്ട്, അതും കൂടി പറയാം. ഒരു പഴഞ്ചൊല്ല് തന്നെയാണത്. ഉരല് ചെന്ന് മദ്ദളത്തോട് സങ്കടം പറയുക. അതൊരു പഴഞ്ചൊല്ല് കേട്ടോ. അത് കുറഞ്ഞ സങ്കടക്കാരൻ അധിക ദുഃഖിതനോട് അവലാതി പറയുക എന്നാണ് പറയുന്നത്. ഉരലിന് ഒരു വശത്ത് ഇടികൊള്ളുന്ന ദുഃഖമുണ്ട്. അത് സഹിക്ക വയ്യാതായപ്പോൾ തൻ്റെ സങ്കടം മറ്റൊരാളോട് പറഞ്ഞ് ഒഴിവാക്കാമെന്ന് കരുതി ചെന്നത് മദ്ദളത്തിൻ്റെ അടുത്തേക്കാണ്. മദ്ദളമാകട്ടെ ഇരുവശത്തും മർദ്ദനമേറ്റ് വളരെയേറെ ദുഃഖിച്ചിരിക്കുകയാണ്. മദ്ദളം ഉരലിൻ്റെ കഥനകഥ കേട്ടു പറഞ്ഞു, ഞാൻ അതിലേറെ ഏൽക്കുന്നവളാണെന്ന്. ഉരലിന് സങ്കട നിവൃത്തി വന്നില്ല. ഇതുപോലെയാകരുത് നാം നമ്മുടെ ദുഃഖം പരമാവധി അന്യരെ അറിയിക്കാതിരിക്കണം. അഥവാ ധരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യാൻ പ്രാപ്തനായ ഒരാളോടായിരിക്കണം. അല്ലാതെ കണ്ടവരോടെല്ലാം പരാതിപ്പെട്ടാൽ അവരെ കൂടി ദുഃഖിതരാക്കുകയല്ലാതെ വേറൊരു ഗുണവും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ. അതായത്